എല്ലാവർക്കും ആ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ഷീറ്റ്സ് ഒക്കെ കിട്ടിയില്ലേ? ഇനി സ്വന്തം പേപ്പറിൽ സ്വന്തം ആൻസർ ഷീറ്റിൽ നോക്കി എഴുതിയാൽ മതി. മനസ്സിലായില്ല? ഇവരെ സഹായിക്കാൻ നിൽക്കണ്ട. ആരാണോ സഹായിക്കണം അവർ ക്ലാസ്സിൽ പുറത്താണ്. പിന്നെ എക്സാം എഴുതാൻ പറ്റുമെന്ന് വിചാരിക്കണ്ട. ആനുവൽ എക്സാം ആണ്, അറിയാലോ. കയ്യിൽ വല്ല ചുറ്റൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ പുറത്തു പോയിക്കൊണ്ടേ കളഞ്ഞിട്ട് വന്നിരുന്നോ. ഞാൻ 5 മിനിറ്റ് സമയം തരും, ആലോചിച്ചുകൊണ്ടേ പുറത്ത് കളയാൻ. ഞാൻ പിടിച്ചു കഴിഞ്ഞാൽ നേരെ പ്രിൻസിപ്പലിന്റെ റൂമിലാട്ടോ. കൂടുതൽ വർത്താനം പറയാനൊന്നും നിൽക്കില്ല. ഡോ, ഞാൻ ഇത്രയും പേരോട് സംസാരിക്കുമ്പോൾ തനിക്ക് മാത്രം എന്താ പ്രത്യേകിച്ച് പറയാനുള്ളത്? മര്യാദക്ക് എക്സാം എഴുതി പോയാൽ നിങ്ങൾക്ക് കൊള്ളാം. കേട്ടല്ലോ? പഠിച്ചിട്ട് വരണമായിരുന്നു. സ്റ്റാർട്ട് ചെയ്തോ. എടോ സ്വന്തം അറിയാവുന്ന നോക്കിയിട്ടോ. വല്ലവരുടെയും പേപ്പർ നോക്കി എഴുതാണ്ട്. ഞാൻ പിടിച്ച് ക്ലാസ്സിൽ പുറത്താക്കണവരുണ്ടാവും. കേട്ടല്ല? ചേച്ചി ചായ ഇവിടെ വെച്ച് ചേച്ചി അവിടെ വെച്ചോളൂ, ഞാൻ കുടിച്ചോളാം. ശ്രീലക്ഷ്മി സ്റ്റാൻഡപ്പ് ഇങ്ങോട്ട് പാടും. ഫ്രണ്ടിൽ വന്നിരിക്കും. താൻ നോക്കിയതൊക്കെ ഞാൻ കണ്ട്. ഞാൻ എന്നെ കൊണ്ട് കൂടുതൽ സംസാരിപ്പിക്കരുത്. വന്ന് ഫ്രണ്ടിലിരിക്കും. ഡൗട്ടാ? എന്ത് ഡൗട്ട്? ഇരിക്കുമ്പോൾ എക്സാമിന് ഇരിക്കുമ്പോൾ പഠിക്കാരി ഡൗട്ട്. ആർക്കാ ഡൗട്ട്? തനിക്കാണോ? എന്ത് ഡൗട്ട്? ക്വസ്റ്റ്യൻ പേപ്പറിലെല്ലാം ക്ലിയർ ആണല്ലോ. ഞാൻ പഠിപ്പിച്ചതൊക്കെ തന്നെ ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ളൂ. അന്ന് മര്യാദ ക്ലാസ് കേട്ടിരുന്നെങ്കിൽ ഇന്ന് നല്ലോണം ഇരുന്ന് എഴുതാം. ഇങ്ങനെ മേപ്പെട്ടൊക്കെ നോക്കിയിരിക്കണ്ട. ഓരോരുത്തർക്ക് ഇപ്പം കണ്ടാൽ തന്നെ അറിയാം ഒന്നും പഠിക്കാതെ വന്നിരുന്നേക്കണം കേട്ടോ. മാർക്ക് ഇടുമ്പോൾ ഞാൻ അതേപോലെ തന്നെ ഇരിക്കും. കാണിച്ചു തരാം. ഇനി ഹാഫ് ആൻ അവർ കൂടെ ഉള്ളൂ കേട്ടോ. ഷാർപ്പ് 12:30 ഞാൻ പേപ്പർ കളക്ട് ചെയ്യും കേട്ടോ. മതി, എല്ലാവരും പേപ്പർ വന്നേക്ക്. എഴുന്നേറ്റ് ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ വെച്ചോളണം. 2 മിനിറ്റുള്ളിൽ ഞാൻ ഇവിടെ എഴുന്നേറ്റ് പോകും. എല്ലാവരുടെ പേപ്പേഴ്സും ആൻസർ ഷീറ്റ്സ് ഇവിടെ ഉണ്ടാവണം. ഓരോരുത്തർ റോൾ നമ്പർ വൈസ് കൊണ്ടുവന്ന് ഇവിടെ വെച്ചിട്ട് പോയിക്കോ. ഇടോ മതിയടോ, തനിക്ക് 2 മിനിറ്റ് കിട്ടിയാലും 3 മിനിറ്റ് കിട്ടിയാലും താരം എഴുതൂല. 2.5 മണിക്കൂർ കിട്ടിയിട്ട് എഴുതിയില്ല. ഇവിടെ അവസാന നിമിഷം എല്ലാവർക്കും ഉള്ളതാണ്. അവസാന നിമിഷം ആകുമ്പോൾ എടുത്ത് അത്രയും നേരം മേലോട്ട് നോക്കിയിരിക്കണായിരിക്കും. സ്വപ്നം കണ്ടായിരുന്നു തന്നെ ഇരുന്നിട്ട് ഇവിടെ നോക്കി പേപ്പർ മതി എഴുതിയത്. ഇത്രയും നേരം ഞാൻ ഇവിടെ കിടന്ന് പറഞ്ഞിട്ട് പേപ്പർ തരാത്തവരാണെങ്കിൽ കയ്യിൽ വെച്ചോളൂ കേട്ടോ. ഇനി ഞാൻ പേപ്പർ കൊണ്ടുപോയില്ല, വീട്ടിൽ കൊണ്ടുപോയിക്കോളൂ പേപ്പർ.